എടക്കാട് വയൽ സർവീസ് സഹകരണ ബാങ്ക് കുട്ടികൾക്കായുള്ള പഠന സഹായ വിതരണം രാവിലെ 10 മണിക്ക് ചെത്തിക്കോട് ബാങ്ക് അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രശസ്ത ചലച്ചിത്ര നാടക പ്രവർത്തക ഷേർലി സോമസുന്ദരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അഭിജിത്ത് അശോകനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രവർത്തന പരിധിയിൽ താമസിക്കുന്നതും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നതുമായ മുഴുവൻ കുട്ടികൾക്കും അവരുടെ അപേക്ഷ പ്രകാരം വിദ്യാലയ വർഷാരംഭത്തിലാണ് സാമ്പത്തിക സഹായം നൽകി വരുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ചെത്തിക്കോട് ബാങ്ക് അങ്കണത്തിൽ വെച്ച് നടന്ന പഠന സഹായ വിതരണ പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. KM മുകുന്ദൻ സ്വാഗതം ആശംസിച്ചു. ഏറെ വർഷങ്ങളായി നടത്തിവരുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ് ഈ പഠന സഹായ വിതരണം. നമ്മുടെ പ്രദേശത്ത് എന്ന് മാത്രമല്ല നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്രയും ബൃഹത്തായ ഒരു പ്രവർത്തനം നടത്തുന്ന മറ്റൊരു ബാങ്ക്, മറ്റൊരു സഹകരണ സ്ഥാപനം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. നിരവധി ബാങ്കുകളും നിരവധി സഹകരണ സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും ക്ലബ്ബുകളും സമിതികളും എല്ലാം പഠന സഹായങ്ങൾ നൽകുന്നുണ്ട്. അതെപ്പോഴും ഒരു എണ്ണം പറഞ്ഞുകൊണ്ടാണ്. 20 കുട്ടികൾക്ക്, 50 കുട്ടികൾക്ക്, അല്ലെങ്കിൽ പരമാവധി 100 കുട്ടികൾക്ക് ഒന്നല്ലെങ്കിൽ ബാഗ്, അല്ലെങ്കിൽ കൊട, അല്ലെങ്കിൽ നോട്ട്ബുക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം പണമാണ് നൽകുന്നത്. കുട്ടിക്കും രക്ഷകർത്താവിനും താല്പര്യമനുസരിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. പഠനവുമായി ബന്ധപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം. അതൊന്ന്. 2, ഇവിടെ യാതൊരു മാനദണ്ഡങ്ങളുമില്ല. നാം വച്ചിരിക്കുന്ന ഒരേ ഒരു മാനദണ്ഡം 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകണം. എന്ന് പറഞ്ഞാൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. മറ്റ് യാതൊരു മാനദണ്ഡങ്ങളുമില്ല. അതിന് സാമ്പത്തിക മാനദണ്ഡങ്ങളോ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങളോ ഇല്ല. നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി 4.5 വാർഡാണ് എടക്കാട്ടൂർ പഞ്ചായത്തിലെ. ഈ 4.5 വാർഡിന് അകത്തുള്ളവരായിരിക്കണം. അത് ഒരു വീട്ടിൽ നിന്ന് ഇത്ര കുട്ടികൾ നിന്നുമില്ല. നേരത്തെ നമ്മൾ അംഗനവാടി കുട്ടികൾക്ക് കൂടി, നഴ്സറി കുട്ടികൾക്ക് കൂടി നൽകിയിരുന്നു. അത് അവർക്ക് വേറെ തരത്തിലെല്ലാം സഹായം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായതോടുകൂടിയാണ് അത് കുറച്ചുകൊണ്ട് നമ്മൾ 1 മുതൽ 10 വരെ എന്നാക്കിയത്. അതിൽ എത്ര കുട്ടികൾ എന്നുള്ളൊരു നിബന്ധനയില്ല. ഇപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്ന 200 കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ അപേക്ഷ സമർപ്പിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും എന്നുള്ളതാണ് മാനദണ്ഡം. അത് LP, UP, ഹൈസ്കൂൾ ഈ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ പഠന സഹായം നൽകുന്നത്. ഇത് ഈ രീതിയിൽ മറ്റൊരു ബാങ്കിലോ മറ്റൊരു സഹകരണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധത്തിലോ ഒരു സംവിധാനത്തിലോ നൽകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് നാം വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഇടപെടൽ. പ്രശസ്ത സാഹിത്യകാരിയും ചലച്ചിത്ര നാടക പ്രതിഭയും അധ്യാപികയുമായ ഷേർലി സോമസുന്ദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അംഗവും ചലച്ചിത്ര സംവിധായകനുമായ അഭിജിത്ത് അശോകനെ ചടങ്ങിൽ ആദരിച്ചു. നിങ്ങളോട് ആരും നിങ്ങളുടെ അവസരം തരാമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കില്ല. കാരണം ചാടിക്കയറി പോകാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് എപ്പോഴൊക്കെയാണോ നമുക്ക് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടുന്ന ആ അവസരം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവബോധമുണ്ടാക്കാനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുമായിട്ട് UNO ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ UNO എന്ന് പറയുന്നത് ആരാ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. കാരണം പല രാജ്യങ്ങളിൽ ചേർന്നിട്ടുള്ള ഒരു വലിയ സംഘടനയാണ്.